ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേറ്ററ്റ് കാറ്റഗറി 1 EVSുമായിട്ട് ബേസ് ചെയ്തിട്ട് PYQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കരക്കാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, സമുദ്രത്തിനു മുകളിൽ കരയിലുള്ളതിനേക്കാൾ ഉയർന്ന അന്തരീക്ഷ മർദ്ദം രൂപപ്പെടുമ്പോഴാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ ബി, രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി, രാത്രിയിൽ സമുദ്രത്തിന് മുകളിലുള്ള വായുവിന് കരയിലുള്ള വായുവിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും. ഇവിടെ രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത്, കറക്റ്റ് ആണത്. രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ബി എന്ന ഓപ്ഷൻ ശരിയാണ്. അതുപോലെ തന്നെ സി എന്ന ഓപ്ഷനോ നോക്കിക്കേ, രാത്രിയിൽ സമുദ്രത്തിന് മുകളിലുള്ള വായുവിന് കരയിലുള്ള വായുവിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ കരക്കാറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളായിട്ട് വരുന്നത്. ഓപ്ഷൻ ബിയും സിയുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഡി ആണ് ആൻസർ. ബിയും സിയും ശരിയാണ്. ബിയും സിയും ശരിയാണ് എന്നതാണ് ആൻസർ. എ എന്നത് തെറ്റാണ്. സമുദ്രത്തിന് മുകളിൽ കരയിലുള്ളതിനേക്കാൾ ഉയർന്ന അന്തരീക്ഷ മർദ്ദം രൂപപ്പെടുമ്പോഴാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത് എന്ന പ്രസ്താവന തെറ്റാണ്. അപ്പൊ ഇവിടെ ബിയും സിയുമാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബിയും സിയും ശരിയാണ് എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ കാലക്രമം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ, ചമ്പാരൻ സത്യാഗ്രഹം, ദണ്ഡി മാർച്ച്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. ഓപ്ഷൻ ബി, ചമ്പാരൻ സത്യാഗ്രഹം, നിസ്സഹകരണ സമരം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ സമരം. സി ആണെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, നിസ്സഹകരണ സമരം, ദണ്ഡി മാർച്ച്, ക്വിറ്റ് ഇന്ത്യ സമരം. ഡി, ചമ്പാരൻ സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ദണ്ഡി മാർച്ച്, നിസ്സഹകരണ സമരം, ക്വിറ്റ് ഇന്ത്യ സമരം. ഇവിടെ എല്ലാത്തിലും ആദ്യം ചമ്പാരൻ സത്യാഗ്രഹമാണ് വന്നേക്കണത്. അത് കറക്റ്റ് ആണ്. ചമ്പാരൻ സത്യാഗ്രഹമാണ് ആദ്യം വരുന്നത്. എന്നാൽ അടുത്തതായിട്ട് ഈ തന്നേക്കുന്നതിൽ ശരിയായ ക്രമത്തിൽ വരുന്നത് അടുത്തതായിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതിനുശേഷമാണ് നിസ്സഹകരണ സമരം, അതിനുശേഷമാണ് ദണ്ഡി മാർച്ച്, പിന്നീടാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ പ്രകാശ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്ന ക്രമമാണ് ചോദിച്ചേക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ പ്രകാശ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്ന ക്രമം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എല്ലാ ഓപ്ഷൻസും പറഞ്ഞു വരുന്ന സമയം കളയണ്ട. ഓപ്ഷൻ എ ആണ്. റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ, എക്സ്റേ എന്നുള്ള രീതിയിലാണ് എന്ത് സംഭവിക്കുന്നത്? തരംഗ ദൈർഘ്യം കുറയുന്നത്. അപ്പൊ തരംഗ ദൈർഘ്യം കുറയുന്ന വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ പ്രകാശ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്ന ക്രമം ഓപ്ഷൻ എ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഖരപദാർത്ഥങ്ങളിൽ താപ കൈമാറ്റം നടക്കുന്നത് ചലനത്തിലൂടെയും സംവഹനത്തിലൂടെയുമാണെന്നാണ് പറയുന്നത്. ഇവിടെ സംവഹനത്തിലൂടെ എന്നുള്ളത് തെറ്റാണ്. ഖരപദാർത്ഥങ്ങളിൽ താപ കൈമാറ്റം നടക്കുന്നത് ചലനത്തിലൂടെയാണ്. സംവഹനം എന്ന് വരുമ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. ദ്രാവകങ്ങളിൽ സംവഹനത്തിലൂടെയും വികിരണത്തിലൂടെയും എന്ന് പറയുന്നു. വികിരണം അവിടെ ആവശ്യമില്ല. ദ്രാവകങ്ങളിൽ സംവഹനത്തിലൂടെയാണ് താപ കൈമാറ്റം നടക്കുന്നത്. വികിരണം എന്ന് വരുമ്പോൾ അത് തെറ്റാണ്. പിന്നെ വികിരണത്തിലൂടെയുള്ള താപപ്രേഷണത്തിന് മാധ്യമത്തിന്റെ ആവശ്യമില്ല, അല്ലെ? വികിരണം സംഭവിക്കുന്നത് ശൂന്യമായ ഒന്നിൽ നിന്നാണ്, അല്ലെങ്കിൽ ശൂന്യതയിലാണ്. ഇപ്പൊ വികിരണത്തിലൂടെയുള്ള താപപ്രേഷണത്തിന് മാധ്യമത്തിന്റെ ആവശ്യമില്ല, ശൂന്യതയിലൂടെ സംഭവിക്കുന്നതാണ്. അപ്പൊ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. സംവഹനത്തിൽ ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യുന്നു എന്നതും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ശരിയായ പ്രസ്താവന സി ആണ്. വികിരണത്തിലൂടെയുള്ള താപപ്രേഷണത്തിന് മാധ്യമത്തിന്റെ ആവശ്യമില്ല എന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ, സൂര്യനോടൊപ്പം ചന്ദ്രനും ഉദിക്കുന്നു. സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രന്റെ സ്ഥാനം. അമാവാസി ദിനത്തിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. സൂര്യാസ്തമയ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്നത്. ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഡി ആണ്. സൂര്യാസ്തമയ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്നത് എന്നത് തെറ്റാണ്. സൂര്യനോടൊപ്പം തന്നെ ചന്ദ്രനും ഉദിക്കുന്നു എന്നുള്ളതാണ് ശരി. അപ്പൊ സൂര്യാസ്തമയ സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്.
ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണ വസ്തു എന്ന് പറയുന്നത് ആന്തോസയാനിൻ ആണ് അല്ലെ. പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണ വസ്തു ആന്തോസയാനിൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആന്തോസയാനിൻ ആണ്. കെരാറ്റിൻ ഒക്കെ നമ്മൾ എടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, പൂക്കൾക്ക് നിറം നൽകുന്ന, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണ വസ്തു ആന്തോസയാനിൻ ആണ്. ഓക്കെ, നോട്ടഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത്. ഹ്രസ്വകാലത്തിലും ദീർഘകാലത്തിലും നേടാവുന്ന പഠന നേട്ടങ്ങളുണ്ട് അല്ലെ. ചെറിയൊരു കാലയളവ് കൊണ്ടും നമുക്ക് പഠന നേട്ടം ഉണ്ടാകുന്നുണ്ട്, വലിയ കാലയളവ് കൊണ്ടും അതിനനുസരിച്ചുള്ള പഠന നേട്ടം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത് ശരിയാണ്. പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത്. അത് തെറ്റാണ് അല്ലെ. പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് തെറ്റാണ്. പഠന നേട്ടങ്ങൾ നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതാണ്, ശരിയാണ്. പഠിതാവിന് ആർജിക്കാൻ കഴിയുന്ന അറിവ്, ശേഷി, മനോഭാവം, മൂല്യങ്ങൾ എന്നിവ പഠന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു അല്ലെ. ഒരു പഠിതാവിന്റെ കഴിവും ശേഷി മനോഭാവം ഒക്കെ അനുസരിച്ചായിരിക്കും അവൻ നേടുന്ന പഠന നേട്ടവും. ഇപ്പൊ ഇവിടെ ബന്ധമില്ലാത്ത ജോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ്. പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത് എന്താണ് ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ നൽകിയവയിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ്. എ, ഡി, ഇ, കെ. അതുപോലെ തന്നെ എ, ഡി, ഇ, കെ എന്നുള്ളത് മൊത്തം എന്താണ്? ഇവിടെ നമുക്ക് ആദ്യം തന്നെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ നമുക്ക് നോക്കാം. വിറ്റാമിൻ ബിയും അതുപോലെ തന്നെ വിറ്റാമിൻ സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത്. ജലത്തിൽ ലയിക്കാത്തതാണ് ബാക്കി ഇ വരുന്നുണ്ട്, കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ എ വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. എ, ഡി, ഇ, കെ തുടങ്ങിയവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ബിയും സിയുമാണ് എന്തിൽ? ജലത്തിൽ ലയിക്കുന്നത്. അപ്പൊ ബി സി ഇതെന്താണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. എ, ഡി, ഇ, കെ എന്നുള്ളത് കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആൻസർ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ് വരുന്ന ഒരു കൂട്ടം ഓപ്ഷൻ ഡി ആണ്. വിറ്റാമിൻ ബി ഗ്രൂപ്പ്, വിറ്റാമിൻ സി ഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണെന്നുള്ളതാണ്. തരംഗദൈർഘ്യം കൂടുതലായതിനാലും വിസരണം കുറവായതിനാലുമാണ് ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠന തന്ത്രം ഏതാണ്? നിരീക്ഷണമാണ്. ഓക്കെ, ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ, നിങ്ങളോട് ഇങ്ങനെ ഓരോന്നും തിരിച്ചറിയാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠനതന്ത്രം ഏതാണെന്ന് ചോദിക്കും. നിരീക്ഷണം, പരീക്ഷണം, ഗ്രൂപ്പ് ചർച്ച, പ്രോജക്റ്റ്, ഇതൊക്കെ നമ്മളുടെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമുക്ക് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസർ ആണ് കേട്ടോ. ദിക്കുകൾ തിരിച്ചറിയാൻ അനുയോജ്യമായ പഠനതന്ത്രം നിരീക്ഷണമാണ്. പരീക്ഷണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന്. ഗ്രൂപ്പ് ചർച്ച വേണോ? പ്രോജക്റ്റ് ഒക്കെ വേണോ? ദിക്കുകൾ തിരിച്ചറിയാൻ നമുക്കൊന്ന് നിരീക്ഷിച്ചൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി ദിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നിരീക്ഷണമാണ് ആൻസർ. അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ പ്രക്രിയാശേഷികളുടെ വികാസം സാധ്യമാക്കുന്ന ഘട്ടം അന്വേഷണ ഘട്ടമാണ്. ഓക്കെ, പ്രക്രിയാശേഷികൾ എന്ന് പറയുമ്പോൾ അവിടെ തരംതിരിക്കൽ വരുന്നുണ്ട് അല്ലെ, കണ്ടെത്തലുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ നിരീക്ഷണം, നിഗമനം, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഇതുപോലെ അന്വേഷണാത്മക പഠനത്തിൽ പ്രക്രിയാശേഷികൾ വികാസം സാധ്യമാക്കുന്നത് അന്വേഷണ ഘട്ടത്തിലാണ്. നമ്മൾ ഒന്നിലേക്ക് അന്വേഷിച്ച് പുറപ്പെടുന്ന സമയത്തായിരിക്കും നമുക്ക് ഓരോന്നും കിട്ടുന്നത്. കണ്ടെത്തലുകള്, നിരീക്ഷണ പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ അതിൽ നിന്ന് ലഭിച്ച രേഖകളും കാര്യങ്ങളെല്ലാം നമ്മൾ താരതമ്യം ചെയ്യുന്നു, വിശകലനം ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾക്കൊരു നിഗമനത്തിലെത്താൻ സാധിക്കുന്നു. അന്വേഷണത്തിലാണ് ഇതെല്ലാം. എക്സ്പ്ലോർ എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രക്രിയാശേഷികളുടെ വികാസം സാധ്യമാകുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ബി ആണ്. പ്രശ്നമൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നം കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. അതുപോലെ കണ്ടെത്തൽ, വിനിമയം ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിയിട്ടാണ് നമ്മളത് വിനിമയം ചെയ്തേക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ തുടർ പ്രവർത്തന ഘട്ടത്തിലും എന്താണ് ഇത് വരുന്നില്ല. പ്രക്രിയാശേഷികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അന്വേഷണ ഘട്ടത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപൂർണ രൂപാന്തരം കാണിക്കുന്ന ജീവികളുടെ ശരിയായ ഗ്രൂപ്പ്.
ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറുക എന്നതാണ് അപൂർണ രൂപാന്തരം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഒരു ജോഡി തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 2 അപൂർണ രൂപാന്തരം കാണിക്കുന്നതും അതിൽ ഒന്ന് കാണിക്കാത്തതും ഒക്കെ ആയിരിക്കും. എല്ലാം ഒരുപോലെ വരുന്നൊരു ജോഡിയായിരിക്കും നമ്മൾ തിരിച്ച് അറിഞ്ഞ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ അങ്ങനെ വന്നേക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ചിതല്, തുമ്പി, പുൽച്ചാടി, പാറ്റ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ അപൂർണ രൂപാന്തരം കാണിക്കുന്ന ജീവികളുടെ കൂട്ടമായിട്ട് കണക്കാക്കുന്നത്. എല്ലാവരും തന്നെ രൂപാന്തരണം അല്ലെങ്കിൽ രൂപമാറ്റം നടത്തുന്നവരാണ്. ചിതലായാലും തുമ്പിയായാലും പുൽച്ചാടിയായാലും പാറ്റയായാലും ഇവരെല്ലാവരും തന്നെ രൂപാന്തരണം സംഭവിക്കുന്നവരാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പഠനം സ്വയം ക്രമീകരിക്കാൻ സഹായിക്കുന്നു. സ്വന്തം പഠനത്തെക്കുറിച്ച് കൃത്യതയുള്ള നിരീക്ഷണവും വ്യാഖ്യാനവും നടത്താൻ സഹായിക്കുന്നു. സ്വന്തം പഠന വിടവ് സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പഠന പുരോഗതി സ്വയം വിലയിരുത്തുന്നു. അപ്പൊ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. പഠനം സ്വയം ക്രമീകരിക്കാൻ നമുക്ക് നമ്മുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠനം സ്വയം ക്രമീകരിക്കാൻ സാധിക്കും അല്ലെ. അതുപോലെ തന്നെ സ്വന്തം പഠനത്തെക്കുറിച്ച് കൃത്യതയുള്ള നിരീക്ഷണവും വ്യാഖ്യാനവും നടത്താൻ സഹായിക്കുന്നു എന്നുള്ളത് ശരിയാണോ? അതവിടെ കിടക്കട്ടെ. സ്വന്തം പഠന വിടവ് സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പഠന പുരോഗതി സ്വയം വിലയിരുത്തുന്നു. നമ്മൾ ഏതൊരു നിലയിൽ നിൽക്കുന്നു, നമ്മുടെ പുരോഗതി, നമ്മളിപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓപ്ഷൻ ഡി അതിൽ ആ പ്രസ്താവന ചേരുന്നതാണ്. സ്വന്തം പഠന വിടവ് സ്വയം മനസ്സിലാക്കാൻ, എനിക്ക് എവിടേക്കാണ് പ്രശ്നം, എനിക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ് കുറച്ച് പ്രശ്നമായിട്ടുള്ളത്, ഏത് സ്ഥലത്താണ് ഞാൻ കുറച്ചുകൂടി കാര്യമായിട്ട് നോക്കേണ്ടത് തുടങ്ങിയ വിടവ് മനസ്സിലാക്കാൻ പറ്റും. പഠനം സ്വയം ക്രമീകരിക്കാനും പറ്റും. ഞാൻ ഈ രീതിയിലൊക്കെ ക്രമീകരിച്ച് പഠിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഈ രീതിയിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ കേറ്ററ്റിന് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന 3 സബ്ജക്റ്റ് ആഴത്തിൽ പഠിക്കുമ്പോൾ അത് ക്രമീകരണമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സൈക്കോളജിയാണ്. അപ്പൊ ഞാൻ സൈക്കോളജി ആഴത്തിൽ പഠിക്കണം. മലയാളം കുഴപ്പമില്ല, ആഴത്തിൽ പഠിക്കാം. EVS വലിയ പ്രശ്നമില്ല, ആഴത്തിൽ പഠിക്കാം. മാത്സും ഇംഗ്ലീഷും കുറച്ച് ടഫാണ്. അപ്പൊ അത് ഞാൻ ഇത് ഏറ്റവും ആഴത്തിൽ പഠിക്കുകയും അത് ഇതിന്റെ കൂട്ടത്തിൽ നോക്കി പോവുകയും ചെയ്യാമെന്നുള്ള ക്രമീകരണം നടത്തി പഠിക്കുക. ഇതൊക്കെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. പക്ഷെ സ്വന്തം പഠനത്തെക്കുറിച്ച് കൃത്യത അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണം വ്യാഖ്യാനം നടത്താൻ നമുക്ക് സാധിക്കില്ല. എനിക്ക് ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കൃത്യമുള്ള രീതി തന്നെ എപ്പോഴും എഴുതും, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായ എൻ്റെ കൃത്യമായ ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ നിരീക്ഷണം, ഞാൻ നിരീക്ഷണത്തിൽ എത്തിക്കഴിഞ്ഞു, ഇനി ഒന്നും സംഭവിക്കുന്നില്ല, മാറ്റമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളൊരു കൃത്യമായ നിരീക്ഷണം നമുക്ക് ലഭിക്കില്ല. അപ്പൊ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ. പരിസര പഠന ക്ലാസ്സിൽ കുട്ടികളുടെ പ്രതികരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കുട്ടികളുടെ ചിന്താരീതി മനസ്സിലാക്കുന്നതിന്, കുട്ടികൾ നൽകുന്ന ഉത്തരങ്ങളുടെ ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിന്, കുട്ടികളുടെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയ അറിയുന്നതിന്. ഓപ്ഷൻ എയും അതുപോലെ തന്നെ ഓപ്ഷൻ സിയുമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കുട്ടികൾ നൽകുന്ന ഉത്തരം ശരിയോ തെറ്റോ എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ പ്രതികരണം നോക്കുന്നല്ലേ. ഒരു കുട്ടിക്ക് എത്രത്തോളം അറിവുണ്ട്, അറിവില്ല, ഇന്ന് അവൻ ഉത്തരം പറഞ്ഞില്ല എന്ന് വെച്ചാൽ അവൻ അത് വെച്ച് കളിയാക്കാനും മറ്റേ കുട്ടി ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞു അവനെ പുകഴ്ത്തി പറയാനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളുടെ പ്രതികരണം ചോദിക്കുന്നത്. ഒരു കുട്ടി എപ്പോഴും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എപ്പോഴും മികച്ചു നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ എത്ര പേര് ശരി പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ, എത്ര പേര് തെറ്റു പറഞ്ഞു എന്ന് കണക്ക് കൂട്ടാനോ അവർ ആ രീതിയിൽ വിലയിരുത്തി സംസാരിക്കാനോ വേണ്ടിയിട്ടല്ല പ്രതികരണം വേണമെന്ന് പറയുന്നത്. കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഒരു കാര്യത്തെ നേരിടുന്നു, ഒരു ചോദ്യം ചോദിച്ചാൽ അവൻ എങ്ങനെ പ്രതികരിക്കുന്നു, അവൻ്റെതായ ചിന്താരീതികൾ എങ്ങനെയാണ്, അവനൊരു പ്രക്രിയയെ എങ്ങനെ കാണുന്നു, പ്രവർത്തിക്കുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതികരണം വേണം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ. അതിനെ നമ്മൾ ഈ ഗ്രൂപ്പ് ചർച്ചകൾ, അതുപോലെ സെമിനാറുകൾ, അതുപോലെ തന്നെ ഏറ്റവും വലുതായിട്ട് നമ്മൾ ഡിബേറ്റുകൾ ഒക്കെ നടത്തുന്നത്. അപ്പൊ പ്രതികരണം കൂടും, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കാൻ തുടങ്ങും. അത് അവന്റെ ചിന്താരീതി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവന് കമ്മ്യൂണിക്കേഷൻ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടും അവന്റെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ പ്രവർത്തനം ഒക്കെ കാണാനും പ്രക്രിയാശേഷിയെ ഉയർത്താനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഓപ്ഷൻ എയും സിയുമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. എയും സിയും ശരിയാണ് എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇലകളിലെ സിരാവിന്യാസം പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം നിരീക്ഷണം അല്ലെ. ഒരു ഇല സിരാവിന്യാസം, ഇലയിലെ സിരാവിന്യാസം അറിയണമെങ്കിൽ ആ ഇല ഇല
ഇല നമ്മൾ നേരെ പോയി നോക്കി കുട്ടികളെയും കൊണ്ട് നമ്മൾ പോകണം, തോട്ടത്തിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ മുറ്റത്തോട്ട് ഇറങ്ങണം. ഓരോ ചെടികളിലെയും ഇലകൾ അവരെ കാട്ടിക്കൊടുക്കണം. ഇത് ഇന്ന ചെടിയിലെ ഇലയാണ്, ഇതിന്റെ ശിരാവിന്യാസം നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇലയെ കാട്ടിക്കൊടുത്ത് നിരീക്ഷിച്ച് പഠിപ്പിക്കണം. അതല്ലാതെ ചുമ്മാ ഒരു ചിത്രം നിരീക്ഷിച്ചതുകൊണ്ടോ അത് നമുക്ക് ലൈവായിട്ടുള്ള നിരീക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് അതൊക്കെ ഇപ്പൊ എല്ലാ സ്കൂളുകളിലും ചെയ്യുന്നതാ. അതല്ലാതെ അല്ലേ പരീക്ഷണം നടത്തിക്കൊണ്ടോ ചർച്ച ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ഈ ഒരു പഠനം സാധ്യമാക്കാൻ സാധിക്കില്ല. ഓപ്ഷൻ സി ആണ്, നിരീക്ഷണമാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ EVSന്റെ PYQ ആണ് നോക്കിയത്. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്